നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കിളിമാനൂരുള്ള ചെറിയൊരു ചന്തയാണ്. അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഈ ഒരു സ്റ്റെപ്പിൽ ഇത്തിരി നേരം ഇരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സുഖം കിട്ടും. പിന്നെ പതിവ് പോലെ നമ്മൾ അടുക്കളയിലോട്ട് സൂര്യൻ്റെ പ്രകാശം ഉണ്ടല്ലോ, അത് പല പല കളറിലായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് തോന്നും. അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് മിന്നി മിന്നി ഇങ്ങനെ വെട്ടം വന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈറ്റിൻ്റെ വെട്ടം മാത്രമല്ല, സൂര്യൻ്റെ വെട്ടമുണ്ട്. ഗ്യാസിൻ്റെ മണ്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ലൊരു പോസിറ്റീവ് വൈവായിട്ട് നമുക്ക് തോന്നും കേട്ടോ രാവിലെ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഇതിനിടയ്ക്ക് തന്നെ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്ന പാൽ ഒത്തിരി സമയം തിളച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ തേയിലയിട്ട് ചായ ഒത്തിരി നേരം തിളപ്പിച്ചതിന് ശേഷമാണ് ഇറക്കിയത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ചായ ഇടുന്നതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഡെയിലി നമ്മൾ ചെയ്യുന്ന ജോലി കാര്യങ്ങളൊക്കെയാണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചായ ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. ഉറപ്പായിട്ട് ചായ ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഇത് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും ആരും കളിയാക്കൊന്നും ചെയ്യരുത് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ചായ ഇടാനായിട്ടൊക്കെ അറിയാമെന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് പറയണമെന്നൊക്കെ തോന്നും. ഒരുപാട് പേരും ചായ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ശരിയായി നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. എൻ്റെ അടുത്ത് തന്നെ നേരത്തെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചായ ഇടുന്ന സമയത്ത് ഒട്ടും അടുപ്പിലോട്ട് തിളച്ച് തൂവിയൊന്നും വീഴുന്നില്ലല്ലോ, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ തേയിലിട്ട് കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചിലർക്കൊക്കെ ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എന്തായാലും എൻ്റെ ചായ എടുത്ത് പിന്നെ ഇത്തിരി അധികം ചായ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ ഹാപ്പിക്കാണെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മോക്കുള്ളത് മോൻ്റെ ചായ അടച്ച് വെച്ച് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് കേട്ടോ മീൻ വണ്ടിയുടെ ശബ്ദം കേൾക്കും. രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് തന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നേ. ഈ കിടക്കുന്ന 2 പാരയുണ്ടല്ലോ, ഇതാണ് ഞാനിന്നിപ്പോൾ മേടിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞ് ഇന്നിപ്പോൾ എനിക്കിത് മതിയെന്ന്. പിന്നെ വങ്കട ഉണ്ടായിരുന്നു, അത് മേടിച്ചില്ല. അപ്പോൾ എന്തായാലും 2 പാര മേടിച്ച്. കുറേ കാലമായി കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു മീൻ മേടിച്ചിട്ടേ. മുമ്പൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അന്നൊക്കെയാണെങ്കിൽ ഇല്ല കട്ടയില്ലാത്ത ചെറിയ നൈസ് പോലെയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഒന്നും എടുക്കാനായിട്ട് അങ്ങനെ കാണത്തില്ല. പിന്നെ എന്തായാലും ഇപ്പോൾ കൊണ്ടുവന്നപ്പം നല്ല 2 മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഞാനും മോളും കൂടെ റോഡിൽ കയറി വന്നിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മളെ കിളിമാനൂരത്തെ ചെറിയൊരു ചന്ത. ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ കഴിഞ്ഞതിനൊക്കെ നമ്മൾ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ചോറ് മോൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. മോൻ്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, മോനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മീൻ ഇവിടെ നിന്ന് മേടിക്കാത്ത നമ്മളെ വീട്ടിൻ്റെ അവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ. പിന്നെ ഇന്നിപ്പം ഞാനിവിടെ റോഡിൽ കയറിയപ്പോഴത്തേക്ക് ഇത് പഞ്ചസാരയാണ് കേട്ടോ മേടിച്ചത്. പാക്കറ്റ് പഞ്ചസാര 1 കിലോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, തക്കാളി, അങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ മാത്രം. പിന്നെ ഡെറ്റോളും ലോഷനും മെയിനായിട്ട് എനിക്ക് എന്തായാലും വേണം. പിന്നെ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പപ്പിക്ക് മുട്ട കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് പപ്പിക്കും കൂടെ വേണ്ടിയിട്ടൊക്കെ മുട്ട മേടിച്ച്. പിന്നെ 1 കിലോ മൈദ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴിതൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. തക്കാളി മേടിച്ചിട്ടുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി മേടിക്കണം, ഡെയിലി മേടിക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മീനുള്ള സമയത്ത് മീനിന് തക്കാളി കൊടുക്കണം, ഭയങ്കര ഇഷ്ടമായിരുന്നു തക്കാളി. അങ്ങനെ ഡെയിലി മേടിക്കുമായിരുന്നു, 20 രൂപയ്ക്ക് മേടിക്കും. ഇപ്പോൾ തക്കാളി എന്ന് വെച്ചാൽ വല്ലപ്പോഴാണ് മേടിക്കില്ല കേട്ടോ, കുറച്ച് ദിവസമായി മേടിച്ചിട്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ കയറിയപ്പോൾ രാവിലെ തന്നെ തക്കാളി മേടിച്ച്. രാവിലെ നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, ഉള്ളിയാണെങ്കിൽ ഉരുളക്കിഴങ്ങ്. അങ്ങനെ ഉരുളക്കിഴങ്ങും, ഉള്ളി, തക്കാളി, 2 പച്ചമുളകും, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ഒരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്താമെന്ന്. കുക്കർ എടുത്ത് വെച്ചിരിക്കണേന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതിനകത്താണ് ഒരു 2 വിസിലടിച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്ന കേട്ടോ. രാവിലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ വന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളെ മനസ്സിനൊരു തൃപ്തി കിട്ടേ. അത് നമ്മൾ 2-3 ദിവസം നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്, ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അടുക്കളയിൽ നല്ലൊരു വെട്ടും. അവിടെ ഇവിടെയായിട്ട് നമുക്കൊരു സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട് തോന്നത്തില്ല. പിന്നെ ഇച്ചിരി ഒരു അഴുക്കോ എന്തെങ്കിലും പൊടി ഐറ്റങ്ങൾ എന്തെങ്കിലും വീണാൽ അപ്പോഴും തന്നെ നമുക്ക് തുടച്ച് മാറ്റാനായിട്ടൊക്കെ തോന്നും, നല്ല വൃത്തിയായിട്ട് കിടക്കേ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിൻ്റെ അടപ്പിൽ ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ചിട്ട് വെക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ എന്തെങ്കിലും കറി ഐറ്റങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ, നേരത്തെ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിസിലടിക്കുന്ന സമയത്ത് അതിൻ്റെ അടപ്പിലൊന്നും ആവത്തില്ല. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് അടപ്പെടുക്കാനായിട്ട് പറ്റുമെന്നേ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പും ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി കറിവേപ്പില ഇടാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ട് ലേശം തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ 2-3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പച്ചമുളക്, ലേശം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. നേരത്തെ നമ്മൾ കുക്കറിൽ ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, എങ്കിലും ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കണം. ഈ ഒരു പെരുംജീരകം ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ഒരു വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ തേങ്ങ തിരികെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ചിരട്ടയുടെ പ്ലാക്ക് ഉണ്ടല്ലോ, നമ്മളിവിടെ അങ്ങനെയാണ് പറയുന്നത്. ചിരട്ടയുടെ സൈഡൊക്കെ പൊട്ടിയിരിക്കുകയാണ്. മിക്സിയുടെ ജാറിൽ നമ്മൾ തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡൊക്കെ പാഴിപ്പോവും കേട്ടോ, പൊട്ടിപ്പോവും. ഒരു തുള്ളി, ഒരു കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് പേസ്റ്റ് മാതിരിയൊന്നും അരച്ചെടുക്കല്ലേ.
അപ്പോഴും നമ്മൾ കുക്കറിൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു 2 വിസിൽ കേട്ട്. നമ്മൾ ഈ ഒരു അടപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീനോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും മഞ്ഞളിൻ്റെയോ ഒന്നിൻ്റെ ഒരു അംശം പറ്റിയിട്ടില്ല. കടലക്കറി ആണെങ്കിലും ഗ്രീൻ പീസ് സാമ്പാറൊക്കെ വെക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വെച്ച് നോക്കണേ. ഒരുപാട് പേര് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിനകത്ത് വെച്ചിട്ട് കടുക് വറുക്കാൻ പറ്റാത്തതിനെ കൊണ്ടും പിന്നെ നമുക്ക് അരപ്പ് കൂട്ടൊക്കെ ചേർക്കണമല്ലോ, ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ മാറ്റി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളൊരു മൺചട്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് കടുക് വറുത്തിട്ട് ഇനിയിപ്പോൾ ഇതിനൊന്ന് എല്ലാം റെഡിയാക്കിയൊക്കെ എടുക്കുന്നത്. ഇത് കണ്ട് വെച്ചതിന് ശേഷം എന്തായാലും നമ്മളിപ്പോൾ അപ്പത്തിനാണെങ്കിലോ ദോശയ്ക്കാണെങ്കിലോ ഈ ഒരു കറി ഒന്ന് വെച്ച് നോക്കണേ. തേങ്ങ അരച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെക്കും എങ്കിലും എന്നാലും ഈ ഒരു കറി ഒന്ന് വെച്ച് നോക്കണേ. ഇതിൻ്റെ കൂടെ തന്നെ 1-2 തക്കാളി, ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2, വലിയ തക്കാളിയാണെങ്കിൽ 1. അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ കുക്കറിൽ ആദ്യം ഒന്ന് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ചട്ടി ചൂടായി പിന്നെ ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ വെച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് വലിയൊരു കളറായിട്ട് നമുക്കങ്ങനെ തോന്നത്തില്ല. പക്ഷേ ഇതിൻ്റെ നല്ല അടിപൊളി കളറും ഇതിൻ്റെ കറി എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. കടുകിട്ട് അതൊന്ന് പൊട്ടി വന്നിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഇളക്കി യോജിപ്പിക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ അരപ്പിട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് തിളച്ച് പോകും. അപ്പോൾ തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചട്ടിയും ചൂടായിരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്ത കറിക്കാണെങ്കിലും നല്ല ചൂടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീ കത്തിച്ചൊന്നും കൂടെ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രത്തിൽ അരപ്പിരുന്നിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു അരപ്പിൻ്റെ പച്ച ചവർപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ല കളറിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടി. നല്ല കറക്റ്റിന് ഉപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നല്ല അടിപൊളി കളർ എന്താണ് എന്നൊക്കെ ഞാൻ ക്യാമറ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഞാൻ എന്തായാലും ഒന്ന് ഇതിൻ്റെ കൂടെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോഴെന്തായാലും നമ്മളെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ രാവിലെ അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറി വെച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയുടെ കളറെന്ന് പറയുന്നത് ദാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു കറി ഒന്ന് വെച്ച് നോക്കി എന്തായാലും നിങ്ങൾ കഴിച്ച് നോക്കുക. അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കറി ഉണ്ടാക്കി മാറ്റി വയ്ക്കുക. അതാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല എളുപ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോവുകയും ചെയ്യും. കാപ്പി ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് അതങ്ങ് തണുത്ത് പോവുകയും ചെയ്യും. ഇതാകുമ്പോഴത്തേക്ക് കറി നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. മക്കളാരെങ്കിലും വിശന്നിപ്പോൾ എണീച്ച് വരുമോ, പിന്നെ അതുപോലെ പഠിക്കാനോ അത്യാവശ്യമായിട്ടൊക്കെ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം, കഴിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരും ഉണ്ട്. എന്നാലും ഞാനിതൊന്ന് പറഞ്ഞതാണ്. പിന്നെ മാവ് നല്ലതുപോലെ അരച്ച് റെഡിയാക്കി എടുത്ത മാവുമാണ്. പിന്നെ അതുപോലെ നല്ല പഞ്ഞി പോലെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു അപ്പം മുരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചരി അരച്ചെടുക്കുന്ന സമയത്ത് ചോറും തേങ്ങയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ലേശം ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ നല്ലതുപോലെ തന്നെ നമ്മൾ അപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ ഒരുപാട് ഇട്ടിട്ടുള്ളതിനെ കൊണ്ടാണ് വീണ്ടും പിന്നെ സ്ഥിരമായിട്ട് അത് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇടാതിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മാവൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കുമല്ലോ, മിക്സിയിൽ അരച്ചിട്ട് നേരിട്ട് പാത്രത്തിൽ ഒഴിച്ചിട്ട് അതേപോലെ അടച്ച് വെക്കാനായിട്ട് നോക്കരുത്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മാവ് എല്ലാം മാറ്റിയൊക്കെ വെക്കാനായിട്ട്. അപ്പോഴും നല്ല പിറ്റേന്ന് രാവിലെ ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ കുഞ്ഞു ഹോളുള്ള നല്ല അടിപൊളി പഞ്ഞിയായിട്ട് നല്ല മുരുമുര ഉള്ള അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ടൊക്കെ പറ്റും. നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാവ് നമ്മൾ തലേ ദിവസം എല്ലാം റെഡിയാക്കി വെക്കുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞതിൽ വേറൊന്നും തോന്നണ്ട. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ മിക്സിയിലൊക്കെ നമ്മൾ അരച്ചെടുക്കണം. പണ്ടാണെങ്കിൽ നമ്മൾ ആട്ടുകല്ലിൽ അരച്ചെടുക്കുമ്പോൾ കൈ കൊണ്ടാണ് നമ്മൾ കോരി ഇങ്ങനെ എടുത്ത് പാത്രത്തിൽ വെക്കുന്നത്. അപ്പോഴും നന്നായിട്ട് തന്നെ നമുക്ക് അപ്പമാണെങ്കിലും ദോശയാണെങ്കിലും എല്ലാം ചുട്ടെടുക്കാനായിട്ട് പറ്റി. ഇപ്പോഴും മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറ് നല്ല ഹീറ്റായിട്ടാണ് ഇരിക്കുന്നത്. മാവ് ചൂടോട് കൂടിയാണ് നമ്മൾ എടുത്ത് പാത്രത്തിൽ വെക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് മിക്കുള്ളപ്പോഴും ഒരുപാട് പേർക്കും അങ്ങനെ ശരിയായി കിട്ടാതെ വരുന്നത്. അതുകൊണ്ട് ഒരു മടിയും വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടെ റോഡിൽ പോകണം. രാവിലെ ഒരു ട്രിപ്പ് നമ്മൾ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് രാവിലെ പപ്പിയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കാപ്പി കുടിച്ചിട്ട് പപ്പീനെ കൊണ്ടുപോയി വാക്സിൻ എടുക്കണം, രണ്ടാമത്തത്. അപ്പോഴും നമ്മൾ പപ്പിക്കുള്ള രണ്ടാമത്തെ വാക്സിൻ എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്ന കിളിമാനൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്. ഇവിടെ വന്നിട്ടാണ് ആദ്യം നമ്മൾ മരുന്ന് മേടിച്ചത്. ഇപ്പോൾ രണ്ടാമത് ഇവിടെ നിന്ന് തന്നെ എടുത്ത്. പിന്നെ അന്ന് നമ്മൾ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പപ്പിക്ക് വേണ്ടിയിട്ടൊരു ബുക്കുണ്ട് കേട്ടോ. മരുന്നൊക്കെ നമ്മൾ, അതായത് എല്ലാ മാസവും നമ്മൾ ഏതൊക്കെ മാസങ്ങളിലാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്, അങ്ങനെ അവക്കുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് എല്ലാം എഴുതി മേടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവക്കായിട്ടൊരു ബുക്കൊക്കെ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇനിയിപ്പോൾ ഐസ് കട്ടയിട്ട് തരണം നമുക്ക് ഇപ്പോഴും കൊണ്ടുപോയിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു വീഡിയോ എടുത്താൽ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളെ ചുറ്റുവട്ടത്ത് എന്നുള്ളവർക്കൊക്കെ അറിയെങ്കിലും ഒത്തിരി അകലേക്കുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവഴി പോകുമ്പോഴാണ് ഇവിടെ വന്ന് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാമല്ലോ. അപ്പോൾ എന്തായാലും മൃഗാശുപത്രിയിൽ ഞാനും മോളും വന്നിട്ടുണ്ട്. പപ്പീനെയും കൊണ്ട് മോൾ പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മരുന്നകത്ത് കൊടുക്കണം, അതുപോലെ ബുക്ക് പതിപ്പിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ മരുന്ന് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അവിടെ വേറെ ഒരു പപ്പിക്കാണെങ്കിൽ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തായാലും നമ്മൾ ബുക്കും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്പരും കാര്യങ്ങളും എല്ലാം എഴുതി തരുന്നുണ്ട്. കളയാതെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ് അവർക്ക് കാർഡ് നമുക്ക് തരാനായിട്ട് അവർ വിട്ടു പോയിട്ടുണ്ട്. കാർഡല്ല, ചെറിയ ഒരു ടോക്കൺ ഉണ്ട് കേട്ടോ, അത് തരാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ കയ്യിൽ ബുക്കില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു OP ടിക്കറ്റ് തരും. അപ്പോൾ അത് തരുമ്പോഴത്തേക്ക് അതിനകത്താണ് എല്ലാം എഴുതി തരുന്നത്. പിന്നെ വീണ്ടും ചെല്ലുമ്പോൾ അങ്ങനെ കൊണ്ടുപോകണം. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സീലും കാര്യങ്ങളും അങ്ങനെ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ലല്ലോ. ഒരു ബുക്ക് കൊടുക്കുകയാണെങ്കിൽ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെക്കാനായിട്ട് പറ്റും. പിന്നെ എന്തായാലും ടോക്കൺ നമ്പർ എല്ലാം കറക്റ്റ് നോക്കിയെടുത്ത് എല്ലാം എഴുതി തന്ന് അങ്ങനെ പപ്പിക്കുള്ള വാക്സിൻ എടുത്ത സമയത്താണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാനും കൂടെ പിടിച്ച് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഹാപ്പിക്കുള്ള വാക്സിനും എല്ലാം എടുത്ത് കഴിഞ്ഞ് ആൾ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിളിമാനൂർ ഡെയിലി ഫ്രഷ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. രാവിലെ നമ്മളൊരു ചന്ത കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വന്നിട്ടാണ് ഉള്ളി, സവോള ആണെങ്കിലും തക്കാളി മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഡെയിലി ഫ്രഷിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് അരി മേടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അരിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും കൂടെയൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പക്ഷേ ഞാനിവിടെ ആദ്യമായിട്ട് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു ആവശ്യമായിട്ട് വരണമായിരുന്നു കേട്ടോ. അപ്പോൾ റോഡിൽ വന്നപ്പോൾ ഞാനിവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും കാണുന്നത്. തൊട്ടടുത്താണെങ്കിലും ഇതുവരെ ഞാൻ അവിടെ കയറിയിട്ടില്ലായിരുന്നേ. അങ്ങനെ നമ്മൾ ഡെയിലി ഫ്രഷ് നിന്ന് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഐറ്റങ്ങളൊന്നും മേടിക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു, എനിക്ക് അരി തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്തായാലും അരി മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കടിച്ചടിക്കുന്നത് സ്ഥിരം പരിപാടിയാണല്ലോ, കടിച്ച് പൊട്ടിക്കൽ, കടിച്ചഴിക്കൽ. ഇങ്ങനെ അഴിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും, പെട്ടെന്ന് അഴിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ മാറ്റി വെച്ച് പിന്നെ മേടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു മുറുക്കുണ്ടല്ലോ, അത് ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ച് ഒരു കവർ പപ്പടം മേടിച്ച് ഒരു കവർ പാലും എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് ബിരിയാണി അരി ഉണ്ടല്ലോ, അത് 1 കിലോ മേടിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഓരോ ഐറ്റമായിട്ട് എന്തെങ്കിലും റോഡിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഒത്തൊരു ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും പിന്നെ അത് ഞാൻ തുടച്ചെടുക്കണം എന്നറിയാം, പാൽ അതിൻ്റെ കൂടെ ഇരുന്നതിനെ കൊണ്ട് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടായിരുന്നേ. അപ്പോഴിതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.